വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കും. ഈ ലോകത്ത് 3 തരം ഇച്ഛാശക്തികളുണ്ട്. മനുഷ്യന്റെ സ്വയം ഇച്ഛാശക്തി, സാത്താന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും സ്വന്തം ഇഷ്ടം ചെയ്യുകയും അവരുടെ മനസ്സിന്റെയും മാംസത്തിന്റെയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. തങ്ങൾക്ക് അറിവും ബുദ്ധിയും ഉണ്ടെന്നും തങ്ങളുടെ ജീവിതം സ്ഥാപിക്കാൻ കഴിയുമെന്നും അവർ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്വയം ഇച്ഛാശക്തി എന്ന് വിളിക്കുന്നത്. ചിലർ സാത്താന് സ്വയം വിൽക്കുകയും അവരുടെ ജീവിതം നയിക്കാൻ സാത്താനെ പൂർണ്ണമായും കീഴടക്കുകയും ചെയ്യുന്നു. സാത്താൻ അവരെ പിടിക്കുകയും അവർ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ശവകുടീരങ്ങൾക്കിടയിൽ തന്റെ വാസസ്ഥലമുണ്ടായിരുന്ന അശുദ്ധാത്മാക്കളുടെ സൈന്യം ബാധിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നാം ബൈബിളിൽ വായിക്കുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചതിനാൽ അവൻ സ്വയം വേദനിപ്പിക്കുകയും ദയനീയമായ അവസ്ഥയിലൂടെ കടന്നുപോകുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ ദൈവഹിതത്തിന് കീഴടങ്ങുമ്പോൾ കർത്താവ് നിങ്ങളെ അത്ഭുതകരമായ വഴികളിൽ നയിക്കും. അവന്റെ വഴികൾ നിങ്ങളുടെ വഴികളേക്കാൾ 1000 മടങ്ങ് വലുതും ഉയർന്നതുമാണ്. നിങ്ങൾക്ക് ഭൂതകാലവും വർത്തമാനകാലവും മാത്രമേ അറിയൂ, എന്നാൽ ദൈവത്തിന് ഭാവി കാലവും അറിയാം. നിങ്ങൾക്ക് നല്ല സമ്മാനങ്ങൾ നൽകാനും ശരിയായ രീതിയിൽ നിങ്ങളെ നയിക്കാനും അവൻ ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. നിങ്ങൾ അവനെ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ശൗൽ എന്ന് വിളിക്കപ്പെടുന്ന പൗലോസിനെ കർത്താവ് പിടികൂടിയപ്പോൾ ഈ ചോദ്യത്തോടെയാണ് അദ്ദേഹം തന്റെ പുതിയ ആത്മീയ ജീവിതം ആരംഭിച്ചത്. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന്. ഇത് അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ ഇഷ്ടത്തെക്കുറിച്ചും വഴികളെക്കുറിച്ചും കർത്താവ് അവനെ വ്യക്തമായി പഠിപ്പിച്ചു. തിരുവെഴുത്ത് പറയുന്നു, കർത്താവിന്റെ പ്രീതി അവന്റെ കയ്യിൽ അഭിവൃദ്ധിപ്പെടും എന്ന്. യെശയ്യാവ് 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇത് കാണാൻ സാധിക്കും. മാത്രമല്ല, കുതിര യുദ്ധദിനത്തിനായി ഒരുക്കിയിരിക്കുന്നു, എന്നാൽ വിടുതൽ കർത്താവിൻ്റെതാണെന്ന് സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം 31-ാം വാക്യത്തിലും കാണാൻ സാധിക്കുന്നു. കർത്താവ് തന്റെ ഇഷ്ടപ്രകാരം അതെല്ലാവത്തെയും നിർത്തും. കർത്താവായ യേശു ഗെത്സമനെ തോട്ടത്തിൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. കാരണം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടണം. അവൻ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന്. എന്നാലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നടക്കണമേ എന്ന്. ഇത് മത്തായി 26-ാം അധ്യായം 39-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനകളാൽ അവൻ പൂർണ്ണമായും പിതാവിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങി. ദൈവമക്കളെ, ഇന്ന് ദൈവഹിതം ചെയ്യാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. തന്റെ അത്ഭുതകരമായ വഴികളിൽ നിങ്ങളെ നയിക്കാൻ കർത്താവ് ഉത്സുകനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 32-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആമോസ് 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 8-ാം അധ്യായം. ആമേൻ.